ഇപ്പോൾ AK സ്റ്റെഫിൻ അവിടെ തുടരുന്നുണ്ട്. സ്റ്റെഫിൻ, പാർട്ടി ഓഫീസിൽ കയറി അറസ്റ്റ് സമ്മതിക്കില്ല എന്ന് വി ജോയി പറയുന്നു. പാർട്ടി ഓഫീസിൽ തന്നെയാണ് SFI പ്രവർത്തകർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ സംഘർഷത്തിൽ ഉൾപ്പെട്ട ആളുകളെ പോലീസ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞോ? അഭിലാഷ്, ഏതായാലും തിരിച്ചറിഞ്ഞിട്ടുണ്ട് പോലീസ്. ഇനി ഏതായാലും ആരൊക്കെയാണ് എന്നുള്ളത് കൃത്യമായി പാർട്ടി അറിയിച്ചാൽ അതിന് വേണ്ട ഇടപെടൽ നൽകാം, അല്ലെങ്കിൽ പോലീസുമായി സഹകരിക്കാം എന്നുള്ളതാണ് വി ജോയി പറഞ്ഞത്. ഇപ്പോൾ അതിനുശേഷം സംസാരത്തിന് ശേഷം ഇപ്പോൾ ഏതായാലും പ്രധാനപ്പെട്ട നേതാക്കൾ വി ജോയി അടക്കമുള്ള ആളുകൾ പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ കുത്തി ഇരിക്കുകയാണ്. ഏതായാലും പാർട്ടി ഓഫീസിൽ കയറിയുള്ള ഒരു അറസ്റ്റ്, നേരത്തെ നമ്മൾ പാലക്കാടൊക്കെ വലിയ തരത്തിലുള്ള ഒരു സംഘർഷങ്ങളൊക്കെ തന്നെ കണ്ടിരുന്നു. ആ രീതിയിലേക്ക് എന്തായാലും നടക്കില്ല എന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷെ പോലീസും അതുകൊണ്ട് തന്നെ പിരിഞ്ഞു പോകാൻ ഇവിടെ നിന്ന് കൂട്ടാക്കുന്നില്ല. അവരും ഇവിടെ തന്നെ നിലയുറപ്പിച്ച സ്ഥിതിയാണ് ഉള്ളത്. ഒപ്പം തന്നെ ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായി എന്നുള്ള കാര്യം ജോയി അടക്കമുള്ള നേതാക്കൾ പറയുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം വികാരഭരിതമായി പോയി കുറെ പ്രതിഷേധങ്ങൾ എന്നുള്ളത് CPM തന്നെ തുറന്ന് സമ്മതിക്കുന്നു. സാധാരണഗതിയിൽ നോക്കിക്കഴിഞ്ഞാൽ CPM-നെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതിസന്ധി ഉണ്ടാക്കിയ ഒരു കാര്യമാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമുന്നതനായ നേതാവിനെ ED ചോദ്യം ചെയ്യുന്നു എന്നുള്ളത്. ഏതെങ്കിലും തരത്തിൽ അറസ്റ്റിലേക്കോ മറ്റോ നീങ്ങിയിരുന്നെങ്കിൽ കടുത്ത പ്രതിഷേധത്തിലേക്കൊക്കെ പോകുമായിരുന്നു. ഉടൻ തന്നെ രാവിലെ നൽകിയ നിർദ്ദേശവും അതുതന്നെയാണ്. ഇപ്പോൾ ഏതായാലും പോലീസ് ഉദ്യോഗസ്ഥരുടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ പ്രതികരണത്തിലേക്ക് കൂടി പോകാമെന്ന് തോന്നുന്നു. അവർക്ക് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പോലീസ് എന്ത് ചെയ്യുന്നു? കാരണം പോലീസിനെ സംബന്ധിച്ച് കർശനമായ നടപടി വേണമെന്നൊരു നിലപാടിൽ തന്നെയാണ് പോലീസ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. പോലീസിന് ഒരു ഫേസ് സേവിംഗ് കൂടി ആവശ്യമാണ്. തിരുവനന്തപുരം നഗരത്തിൽ നടന്ന ഈ വലിയ അക്രമം അത് ദേശീയ തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുകയാണ്. അപ്പോൾ പോലീസ് ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. പോലീസ് അവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ, തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഈ പാളയം ഏരിയ കമ്മിറ്റി ഓഫീസ് പരിസരത്തുണ്ട്. അപ്പോൾ പോലീസ് ആക്ഷൻ ഉണ്ടായാൽ നേതാക്കൾ അടക്കം എന്ത് പ്രതികരിക്കുമെന്നുള്ളതും പ്രശ്നമാണ്. ഈ സംഘർഷം മൂർച്ഛിക്കുമോ എന്നൊരു പ്രശ്നം കൂടിയുണ്ട്. പോലീസിന്റെ നീക്കം എന്താണെന്ന് മനസ്സിലായോ സ്റ്റെഫിൻ? പോലീസ് ഏതായാലും പിരിഞ്ഞു പോകാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല അഭിലാഷ്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ അറസ്റ്റിലേക്ക് തന്നെ കാര്യങ്ങൾ പോകാനുള്ള സാധ്യതയാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. നേരത്തെ വി ജോയി വന്ന് പോലീസ് ഉദ്യോഗസ്ഥരോട് സംസാരിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞത് ചില പ്രവർത്തകർ പോലീസിനെ ആക്രമിച്ചു. അവിടെ ആക്രമിച്ച പ്രവർത്തകരെ അറിയാമെങ്കിൽ അവരുടെ പട്ടിക നൽകി കഴിഞ്ഞാൽ അതിനോട് പോലീസിനോട് സഹകരിക്കാം എന്നുള്ള നിർദ്ദേശമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. പക്ഷേ അത് പൂർണ്ണമായും ഉൾക്കൊള്ളുന്നതിന് വേണ്ടി പോലീസ് തയ്യാറായിട്ടില്ല. അല്ലായിരുന്നെങ്കിൽ പിരിഞ്ഞു പോകുമായിരുന്നു. ഇപ്പോൾ ഏതായാലും പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ തന്നെ നിലയുറപ്പിച്ച സ്ഥിതിയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ കടുത്ത നടപടികളിലേക്ക് പോലീസിന് നീങ്ങേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ഏതായാലും കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ സായുധ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട്. ഒപ്പം CPM പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് നോക്കിക്കഴിഞ്ഞാലും മുതിർന്ന നേതാക്കളടക്കം എത്തുന്നു. ആനാവൂർ നാഗപ്പൻ നേരത്തെ പിണറായി വിജയന്റെ വീട്ടിൽ മുൻപിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം പ്രതിഷേധത്തിലെല്ലാം പ്രായത്തിന്റെ പ്രശ്നങ്ങളെല്ലാം മറികടന്നുകൊണ്ട് അദ്ദേഹം നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അദ്ദേഹം ഇങ്ങോട്ടേക്ക് എത്തുന്നു. ഒപ്പം തന്നെ CK ഹരീന്ദ്രൻ, അദ്ദേഹം ഇപ്പോഴാണ് അല്പസമയം മുമ്പാണ് ഇങ്ങോട്ടേക്ക് എത്തിയത്. അദ്ദേഹവും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഏതായാലും പാർട്ടി ഓഫീസിനകത്ത് കയറി ഇനി ഒരു പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നൊരു ഉറച്ച നിലപാടിലാണ് പാർട്ടി ജില്ലാ നേതൃത്വമുള്ളത്. അതുകൊണ്ട് തന്നെ അവർ അവിടെ തടിച്ചുകൂടി നിൽക്കുകയാണ്. പോലീസ് ഇപ്പറേ റോഡിന്റെ ഭാഗത്ത് നിൽക്കുന്നു. ഒരു വൺ വേ കൂടിയാണ്, ഗതാഗതം ഇങ്ങനെ എപ്പോഴും ഉള്ള സ്ഥലം കൂടിയാണ്. വാഹനങ്ങൾ കടന്നു പോകുന്നു, അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ള സ്ഥലം കൂടിയാണ്. ഏതായാലും പാർട്ടി ഓഫീസിനകത്ത് കയറിയ ഒരു അറസ്റ്റ് അത് പാർട്ടിക്ക് വലിയ ക്ഷീണമുണ്ടാക്കുന്ന കാര്യമാണ്. എന്നാൽ പോലീസിനിവിടെ കൈയും കെട്ടി നോക്കി നിൽക്കാനും കഴിയില്ല. കാരണം അത്രയധികം സുരക്ഷാ പ്രശ്നങ്ങൾ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. ED ഉദ്യോഗസ്ഥരുടെ വാഹനമടക്കം അടിച്ചു തകർക്കുന്നില്ല. ED ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുന്ന സ്ഥിതി ഉണ്ടായി. അതുകൊണ്ട് തന്നെ അവർക്ക് മുഖം രക്ഷിക്കുന്നതിന് വേണ്ടി ഒരു നടപടിയിലേക്ക് പോലീസിനെ സംബന്ധിച്ചിടത്തോളം നീങ്ങിയേ മതിയാവുകയുള്ളൂ. എന്ത് നിലപാട് ഇനി അവസാനം ഉരുത്തിരിഞ്ഞ് വരും എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടതാണ്. ഇപ്പോൾ